ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കാറ്റഗറി നമ്പർ 91/2024 ആ കാറ്റഗറിയിൽ നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകൾക്കും ഈ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ ക്ലാസ്സിൽ ഞാൻ ചോദ്യങ്ങളുടെ ഉത്തരം അടയാളപ്പെടുത്തിയിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ചോദ്യം വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അധികം സംസാരമില്ല. ഈ ക്ലാസ് ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. കേട്ടോ, 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്രയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം ഏതാണ്? ഓപ്ഷൻ ബി, ആനന്ദമഠമാണ്. കേട്ടോ, ഓപ്ഷൻ ബി, ആനന്ദമഠം. മൂന്നാമത്തെ ചോദ്യം, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇപ്രകാരം ഇങ്ങനെ പ്രതികരിച്ചതാരാണ്? ഗാന്ധിജിയാണ്. കേട്ടോ, ഓപ്ഷൻ സി, ഗാന്ധിജിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നാലാമത്തെ ചോദ്യം, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ബംഗാളാണ്. കേട്ടോ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത് ഏതാണ്? ഓപ്ഷൻ എ, ബംഗാളാണ്. അഞ്ചാമത്തെ ചോദ്യം, ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. കേട്ടോ, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ് അൽ ഹിലാൽ, അൽ ബലാഗ് എന്നീ പത്രങ്ങളൊക്കെ. കേട്ടോ, ആറാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യപ്രമേയം. ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്ന ലക്ഷ്യപ്രമേയം BR അംബേദ്കർ എന്നാണ്. അത് തെറ്റാണ്. ലക്ഷ്യപ്രമേയം ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവാണ് അവതരിപ്പിക്കുന്നത്. കേട്ടോ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടെ തെറ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. തെറ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം നമുക്ക് പറഞ്ഞേക്കുന്നത്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ഏഴാമത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന, അത് തെറ്റാണ്. മാർഗനിർദ്ദേശ തത്വങ്ങൾ, ഇതാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന എന്നുള്ളത് തെറ്റായ ചോദ്യമാണ്. അപ്പോൾ ആൻസർ ഏതാണ്? 1, 2, 4 എന്നിവ ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. കേട്ടോ, ഓപ്ഷൻ സി ആണ് ആൻസർ. എട്ടാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഇംപീച്ച്മെൻറ്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഈ കൊടുത്തിരിക്കുന്നത് ഏത് സ്ഥാപനത്തിൻ്റെയാണ്? പാർലമെൻറ്റ്. കേട്ടോ, ഓപ്ഷൻ ബി, പാർലമെൻറ്റിൻ്റെയാണ്. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദ്യം. ഇംപീച്ച്മെൻറ്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഏതിൻ്റെയാണ്? പാർലമെൻറ്റ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? ഒന്ന് ലൈക്ക് ചെയ്യുക. കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒൻപതാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സൗജന്യ നിയമസഹായം, ലഹരി വസ്തുക്കളുടെ നിരോധനം. 3ഉം 4ഉം ഇല്ല, തെറ്റാണ്. മൗലിക അവകാശങ്ങളിൽ വരില്ല. 1ഉം 2ഉം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇതാണ് ശരിയായത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കേട്ടോ, ഓപ്ഷൻ ബി ആണ് ആൻസർ. 10ാമത്തെ ചോദ്യം, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണത്? പ്ലേറ്റോ. കേട്ടോ, ആരുടെയാണ്? പ്ലേറ്റോ. ഓപ്ഷൻ എ, പ്ലേറ്റോയാണ്. 11ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെക്കുറിച്ചുള്ളതാണ്.
അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവുമുണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആരാണ് ഇത് പറഞ്ഞത്? ആരാണ്? ചട്ടമ്പി സ്വാമികൾ കേട്ടോ. ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികളെയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഈ പറഞ്ഞ 3 പോയിന്റ്സും ഓർത്തിരിക്കുക. ഇനിയും ചോദിക്കാവുന്ന ചോദ്യമാണിത് കേട്ടോ. ആരെക്കുറിച്ചുള്ളതാണത്? ചട്ടമ്പി സ്വാമികളെ കുറിച്ചുള്ളതാണ് കേട്ടോ. ചട്ടമ്പി സ്വാമി. 12ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. താഴെ തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. അയ്യങ്കാളി കല്ലുമാല സമരം ശരിയാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രപ്രതിഷ്ഠ ശരിയാണ്. വൈകുണ്ഠസ്വാമികൾ അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് രാമകൃഷ്ണപിള്ള, അത് തെറ്റാണ്. ഓപ്ഷൻ ഡി സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണ്? അത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ. വക്കമാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത്. ആര് പത്രാധിപരായിരുന്നു? 2ാമത്തെ പത്രാധിപരായിരുന്നു ആര്? രാമകൃഷ്ണപിള്ള കേട്ടോ. അതാണ്. അപ്പോൾ തെറ്റായിട്ട് വരുന്നതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 13ാമത്തെ ചോദ്യം. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS മിഷനറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? എവിടെയാണ്? തിരുവിതാംകൂർ കേട്ടോ. തിരുവിതാംകൂർ. 14ാമത്തെ ചോദ്യം. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്നാണ്? 1924 നവംബർ 1 കേട്ടോ. നവംബർ 1 ആണ് കേട്ടോ. 1924 നവംബർ 1. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 15ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സ്ഥിരം ചോദ്യമാണിത്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഞാൻ എൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തപ്പോൾ ഞാൻ അതിന് കാണിച്ചു തന്നിരുന്നു ചോദ്യം. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ഇത് സ്ഥിരം ചോദ്യമാണ് കേട്ടോ. EMS നമ്പൂതിരിപ്പാട് കേട്ടോ. EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാരാണ്? EMS നമ്പൂതിരിപ്പാടാണ്. 16ാമത്തെ ചോദ്യം. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? 18ാമത്തെ ലോകസഭയാണ് കേട്ടോ. 18. 17ാമത്തെ ചോദ്യം. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാ? ധർമ്മേന്ദ്ര പ്രധാൻ. ഓപ്ഷൻ ബി ധർമ്മേന്ദ്ര പ്രധാൻ അല്ലേ. വിദ്യാഭ്യാസം പ്രധാനമാണ്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ, അങ്ങനെ ഓർത്തിരിക്കാം. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി. ഓപ്ഷൻ ബി ആണ് ആൻസർ. 18ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാർ. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയിൽ പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ജവഹർലാൽ നെഹ്റുവും ചൗ ഇൻ ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇതിൽ 3ാമത്തതാണ് ബന്ധമില്ലാത്തത്. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചെന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടതല്ല, പഞ്ചശീല തത്വങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. അതാണ് തെറ്റായ പ്രസ്താവന, ബന്ധമില്ലാത്തത് കേട്ടോ. ഓപ്ഷൻ സി ആണ് അപ്പോൾ ആൻസറായിട്ട് വരുന്നത്. 19ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO നിലവിൽ വന്നു. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ചന്ദ്രയാൻ ദൗത്യം. അത് കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. 1, 2, 3, 4 ഇത് അതേപടി തന്നെ കൊടുത്തേക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ കാലക്രമത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു, അതാണ് ആദ്യം. അത് കഴിഞ്ഞ് 2ാമത്തത്, അത് കഴിഞ്ഞ് 3 ആര്യഭട്ട ഉപഗ്രഹം വിക്ഷേപിച്ചു. അത് കറക്റ്റ് ഓർഡറിൽ തന്നെ കൊടുത്തേക്കുന്നത്. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 20ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? ബൊക്കാറോ ഫ്രാൻസ് എന്നുള്ളത് തെറ്റാണ് കേട്ടോ. ബൊക്കാറോ ഫ്രാൻസ് തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് അവിടെ തെറ്റായിട്ട് വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി 4ാമത്താണ് തെറ്റ്. 21ാമത്തെ ചോദ്യം. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. 1951-56 പദ്ധതിയുടെ കാലയളവ്. വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി. കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. ഹാരോൾഡ് ഡോമർ മാതൃക എന്ന് അറിയപ്പെടുന്നു. ഇതിൽ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത്.
വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി എന്നുള്ളത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. ബാക്കി കൊടുത്തേക്കുന്നതെല്ലാം ശരിയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 1, 3, 4 കേട്ടോ. 1, 3, 4 ആൻസറായിട്ട് വരുന്നത്. 22ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ് കേട്ടോ. ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു. 23ാമത്തെ ചോദ്യം. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറി കേട്ടോ. സുമൻ ബെറിയാണ് കേട്ടോ. ഓപ്ഷൻ എ സുമൻ ബെറിയാണ് ആൻസർ. 24ാമത്തെ ചോദ്യം. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്ന്? 2023 ഓഗസ്റ്റ് 23 കേട്ടോ. 2023 ഓഗസ്റ്റ് 23. 25ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. പത്കായിഭം, മീസോ കുന്നുകൾ, ഹിമാദ്രി, ഹാരോ, ഖാസി കുന്നുകൾ. ഇതിൽ 1, 2, 4 ഇതാണ് കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കേട്ടോ. ഹിമാദ്രി കിഴക്കൻ മലനിരയല്ല കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 26ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. താരതമ്യേന വീതി കൂടുതൽ. ഇതിൽ ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഡെൽറ്റയുടെ രൂപീകരണം, രണ്ടാമത്തെ കൊടുത്തിരിക്കുന്ന ഡെൽറ്റ രൂപീകരണം നടക്കുന്നു എന്നുള്ളത് തെറ്റാണ്. താരതമ്യേന വീതി കൂടുതൽ എന്നുള്ളതും തെറ്റാണ്. പ്രസ്താവനയിൽ തെറ്റാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. 2ഉം 4ഉം കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 27ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അറബിക്കടലിലാണ് ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. പോർട്ട് ബ്ലെയറാണ് ഈ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനം. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബാർ. ഈ ശരിയായത് കണ്ടെത്താനാണ് പറയുന്നത്. 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ കേട്ടോ. ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. അതേപോലെ തന്നെ പോർട്ട് ബ്ലെയറാണ് ഈ ദ്വീപസമൂഹത്തിൻ്റെ തലസ്ഥാനം കേട്ടോ. അപ്പോൾ 2ഉം 3ഉമാണ് ശരിയായത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 28ാമത്തെ ചോദ്യം. താഴെ നൽകിയിട്ടുള്ളവയിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. കണ്ട്ല, പാരദ്വീപ്, നവശേവ, ഹാൽഡിയ ഇതൊക്കെ എന്നോട് തേക്കുന്നത് കേട്ടോ. അപ്പോൾ കിഴക്കൻ തീരത്ത് ഏതൊക്കെയാണ്? പാരദ്വീപും ഉണ്ട്, ഹാൽഡിയയും ഉണ്ട് കേട്ടോ. പാരദ്വീപ്, ഹാൽഡിയ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 29ാമത്തെ ചോദ്യം. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? ഏതാണ്? ഓപ്ഷൻ എ കൃഷ്ണ കേട്ടോ. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? കൃഷ്ണയുടെയാണ് കേട്ടോ. 30ാമത്തെ ചോദ്യം. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയവയിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക. വാഴച്ചാൽ തൃശ്ശൂരാണ്. ചീയപ്പാറ പത്തനംതിട്ട തെറ്റാണ്. പാലരുവി കൊല്ലം ശരിയാണ്. തുഷാരഗിരി കോഴിക്കോട് അതും ശരിയാണ്. അപ്പോൾ ഇവിടെ തെറ്റാണ്. ചീയപ്പാറ പത്തനംതിട്ട കേട്ടോ. ചീയപ്പാറ പത്തനംതിട്ട എന്നുള്ളത് തെറ്റാണ്. ചീയപ്പാറ എവിടെയാണ്? ഇടുക്കിയാണ് കേട്ടോ. ചീയപ്പാറ ഇടുക്കി കേട്ടോ. ഓപ്ഷൻ ബി ആണ് അപ്പോൾ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. 31ാമത്തെ ചോദ്യം. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. വേമ്പനാട്ട് കായൽ പതിക്കുന്ന പമ്പയുടെ പോഷക നദികളാണ് കക്കി, കല്ലാറ്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. ഈ കൊടുത്തിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നതാണ് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. 32ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ദേശീയോദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. അപ്പോൾ ഇതിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 1, 2, 4 ഇതാണ് ശരി കേട്ടോ. 1, 2, 4 കേട്ടോ. അതാണ് ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 33ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ്. ശരിയാണത്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി, അത് തെറ്റാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറ്, അത് ശരിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപ്പാദനശേഷി 680 മെഗാവാട്ട്, അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ 2ഉം 4ഉമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 34ാമത്തെ ചോദ്യം, കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം, അതാണ് തെറ്റ് കേട്ടോ. ശരിയല്ലാത്തത് അതാണ്. ഒന്നാമത്തെ തന്നെയാണ് ശരിയല്ലാത്തത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ബാക്കിയെല്ലാം എന്താണ് ശരിയാണ് കേട്ടോ. ബാക്കിയെല്ലാം എന്താണ് 2, 3, 4 ശരിയാണ്. 35ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? KT ഇർഫാൻ, സിനി ജോസ്, ജിമ്മി ജോർജ്, അഞ്ജു ബോബി ജോർജ്. ഇതിൽ 1, 2, 4, അതായത് ജിമ്മി ജോർജ് അല്ലാത്ത ബാക്കി എല്ലാവരും കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആണ് കേട്ടോ. ജിമ്മി ജോർജ് അല്ല കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 36ാമത്തെ ചോദ്യം, കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. മത്സ്യഫെഡ് ആരംഭിച്ചത് 1984. മത്സ്യഫെഡ് 84ലാണ്. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം മത്തിയാണ്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന. ഇതിൽ യോജിക്കാത്ത പ്രസ്താവനകൾ എന്ന് പറഞ്ഞാൽ 2ഉം 3ഉമാണ്. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം കൊച്ചി എന്നുള്ളതും കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം മത്തി എന്നുള്ളതും തെറ്റായ പ്രസ്താവനകളാണ്. അപ്പോൾ തെറ്റാണ് നമ്മുടെ ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. 2ഉം 3ഉം. 37ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ. ഓപ്ഷൻ എ പെരിയാർ. 38ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏത്? പത്തനംതിട്ട. ഏതാണ്? പത്തനംതിട്ടയാണ്. 39ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയ ജലപാത ഏത്? NW3 ദേശീയ ജലപാത 3. ഓപ്ഷൻ സി ആണ് ആൻസർ. 40ാമത്തെ ചോദ്യം, ചന്ദ്രയാൻ 3ന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന്? 2023 ഓഗസ്റ്റ് 23 കേട്ടോ. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയെന്നാണ് 2023 ഓഗസ്റ്റ് 23. 41ാമത്തെ ചോദ്യം, 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? SK വസന്തൻ. ഓപ്ഷൻ ബി SK വസന്തനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 42ാമത്തെ ചോദ്യം, സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക് കേട്ടോ. ഓപ്ഷൻ എ കെടാവിളക്ക്. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് ഏതാ? കെടാവിളക്ക് കേട്ടോ. ഓപ്ഷൻ എ കെടാവിളക്ക്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരമാരാണ്? ഓപ്ഷൻ സി വിരാട് കോഹ്ലിയാണ് കേട്ടോ. ഓപ്ഷൻ സി വിരാട് കോഹ്ലിയാണ്. അടുത്തത് 44ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പ് ചിഹ്നം അനുവദിക്കൽ, വോട്ടെണ്ണൽ, ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. ഇതെല്ലാം എന്താണ്? ശരിയാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം എന്താണ്? ശരിയാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം ശരിയാണ്. 45ാമത്തെ ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട ലയനക്കരാർ തയ്യാറാക്കിയത് ആരെല്ലാമാണ്? സർദാർ പട്ടേലും VP മേനോനും കേട്ടോ. സർദാർ പട്ടേലും VP മേനോനുമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 46ാമത്തെ ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിള ഏതാണ്? നെല്ല് കേട്ടോ. ഓപ്ഷൻ ബി നെല്ല്. 47, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു ഏതാണ്? ഓപ്ഷൻ സി അറബിക്ക കേട്ടോ. ഓപ്ഷൻ സി അറബിക്ക.
ISRO സ്ഥാപിതമായ വർഷം എന്നാണ് 1969 കേട്ടോ. 1969. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് തീർച്ചയായിട്ടും പറയുക. ഓക്കെ. 49ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? ഓപ്ഷൻ ബി കോഴിക്കോട് കേട്ടോ. ഓപ്ഷൻ ബി കോഴിക്കോടാണ്. 50ാമത്തെ ചോദ്യം, 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഓപ്ഷൻ എ ബീഹാർ ആണ്. 51ാമത്തെ ചോദ്യം, ഇന്ത്യ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 107 കേട്ടോ. ഓപ്ഷൻ ഡി 107. 52ാമത്തെ ചോദ്യം, സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ആദിത്യ L1. ഓപ്ഷൻ സി ആദിത്യ L1. 53ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? എവിടെയാണ്? ചെവി. ഓപ്ഷൻ സി ചെവി, സ്റ്റേപ്പിസ് കേട്ടോ. 54ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വിറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. അത് ശരിയാണ്. ബെറിബറി എന്ന രോഗം വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്നു. തെറ്റാണ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്തത. അത് തെറ്റാണ്. ബെറിബറി എന്ന രോഗം വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. അത് ശരിയാണ്. അപ്പോൾ 1ഉം 4ഉമാണ് ശരി കേട്ടോ. ഓപ്ഷൻ ബി 1ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 55ാമത്തെ ചോദ്യം, ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏത്? പൊക്കാളി. ഓപ്ഷൻ എ പൊക്കാളി കേട്ടോ. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏതാണ്? പൊക്കാളിയാണ്. 56ാമത്തെ ചോദ്യം, കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി. ഓപ്ഷൻ ബി പീച്ചി. 57ാമത്തെ ചോദ്യം, ഒരു ആഹാര ശൃംഖലയിലെ 1ാമത്തെ ട്രോപ്പിക തലത്തിൽ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ആര്? ഉൽപാദകർ കേട്ടോ. ഓപ്ഷൻ ഡി ഉൽപാദകർ ആയിരിക്കും കേട്ടോ. 58ാമത്തെ ചോദ്യം, പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ഡി അരുൺ അലോഷ്യസ് കേട്ടോ. അരുൺ അലോഷ്യസ്. 59ാമത്തെ ചോദ്യം, ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത്? ബാർക്ക് കേട്ടോ. ബാർക്ക്. ഓപ്ഷൻ എ ബാർക്കാണ്. 60ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താപത്തിന്റെ SI യൂണിറ്റാണ് ജൂള്. ശരിയാണ്. താപത്തിന്റെ SI യൂണിറ്റാണ് ഫാരൻഹീറ്റ്. തെറ്റാണ്. താപനിലയുടെ SI യൂണിറ്റാണ് സെൽഷ്യസ്. താപനിലയുടെ SI യൂണിറ്റാണ് കെൽവിൻ. അപ്പോൾ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചേക്കുന്നത്. 1ഉം 4ഉമാണ് കേട്ടോ. 1ഉം 4ഉം. ഓപ്ഷൻ എ ആണ് ആൻസർ. 61ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ ഡി ആണ് ബലം പാസ്കൽ എന്നുള്ളത് തെറ്റാണ് കേട്ടോ. ഓപ്ഷൻ ഡി ബലം പാസ്കൽ എന്നുള്ളത് തെറ്റാണ്. 62ാമത്തെ ചോദ്യം, അലുമിനിയത്തിന്റെ ഒരു ധാതുവാണ് ക്രയോലൈറ്റ് കേട്ടോ. അലുമിനിയത്തിന്റെ ഒരു ധാതുവാണ് ക്രയോലൈറ്റ്. ഓപ്ഷൻ ബി ക്രയോലൈറ്റ്. 63ാമത്തെ ചോദ്യം, തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ബേക്കലൈറ്റ്. ഓപ്ഷൻ ഡി ബേക്കലൈറ്റ്. 64ാമത്തെ ചോദ്യം, കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? ഇതില് ദീർഘദൃഷ്ടിയും അതേപോലെ തന്നെ വെള്ളെഴുത്ത് കേട്ടോ. ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തും 2ഉം 3ഉമാണ് പരിഹരിക്കാവുന്നത് കേട്ടോ. ഓപ്ഷൻ സി ആണ് അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത്. 65ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2023 സെപ്റ്റിമിയാസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ട നടൻ ആര്? ടോവിനോ തോമസ് കേട്ടോ. ടോവിനോ തോമസ് ആണ്. 66ാമത്തെ ചോദ്യം, 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏത്? ഓപ്ഷൻ സി കോയമ്പത്തൂർ കേട്ടോ. കോയമ്പത്തൂരാണ്. 38ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായ നഗരം ഏതാണ്? കോയമ്പത്തൂരാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 67ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. അത് ശരിയാണ്.
കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ്, തെറ്റാണ്. ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണ്, തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ എ ആണ്, ഒന്ന് മാത്രമാണ് ശരി കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ, ഒന്ന് മാത്രമാണ് ശരി. ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണെന്നുള്ളതാണ് ശരി. 68ാമത്തെ ചോദ്യം, അനോഫിലിസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമേത്? ഏതാണ്? മലമ്പനി കേട്ടോ. ഓപ്ഷൻ സി മലമ്പനിയാണ്. അനോഫിലിസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗമേതാണ്? മലമ്പനിയാണ്. 69ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ശരിയായ ജോഡി ഏതാണ്? ക്ഷയം BCG വാക്സിൻ. ഇതിൽ ശരിയായ ജോഡി ഏതാണ്? ക്ഷയം BCG എന്നുള്ളതാണ് ശരി കേട്ടോ. ഒന്ന് മാത്രമാണ് ശരി, ബാക്കിയെല്ലാം എന്താണ്? തെറ്റാണ് കേട്ടോ. ബാക്കിയെല്ലാം തെറ്റാണ്. 70ാമത്തെ ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിനാവശ്യമായ ഘടകം ഏത്? ഓപ്ഷൻ ബി ഇരുമ്പ് കേട്ടോ. ഓപ്ഷൻ ബി ഇരുമ്പ്. 71ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ജീവിതശൈലീ രോഗമല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ്, ഹീമോഫീലിയ കേട്ടോ. ഓപ്ഷൻ ഡി ഹീമോഫീലിയ. 72ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? മൃതസഞ്ജീവനി കേട്ടോ. മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മോഹൻലാൽ കേട്ടോ. 73ാമത്തെ ചോദ്യം, അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം കേട്ടോ. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠം. 74ാമത്തെ ചോദ്യം, നിപ്പ രോഗത്തിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏത്? ഏതാണ്? ഓപ്ഷൻ ബി വവ്വാൽ കേട്ടോ. വവ്വാലാണ്. 75ാമത്തെ ചോദ്യം, ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണുവേത്? ഓപ്ഷൻ ഡി വൈറസ് കേട്ടോ. ഓപ്ഷൻ ഡി വൈറസ്. 76ാമത്തെ ചോദ്യം, ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏതാണ്? ഓപ്ഷൻ സി അലോപ്പതി കേട്ടോ. ഓപ്ഷൻ സി അലോപ്പതിയാണ്. 77ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? ഏതാണ്? ഓപ്ഷൻ എ വിമുക്തി കേട്ടോ. ഓപ്ഷൻ എ വിമുക്തിയാണ്. 78, സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത്? ഏതാണ്? മെഡിസെപ്പ് കേട്ടോ. ഓപ്ഷൻ സി മെഡിസെപ്പ്. 79ാമത്തെ ചോദ്യം, ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേര് ഏതാണ്? പൊൻവാക്ക് കേട്ടോ. പൊൻവാക്ക്. ഓപ്ഷൻ സി ആണ് ആൻസർ, പൊൻവാക്ക്. 80ാമത്തെ ചോദ്യം, മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ആരാണ്? ഓപ്ഷൻ ഡി മോഹൻലാൽ കേട്ടോ. ഓപ്ഷൻ ഡി മോഹൻലാലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്